CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. നമ്മൾ നേരിട്ട് അതിലേക്ക് പോവുകയാണ്. CPM സംസ്ഥാന സമിതിയിൽ ആരൊക്കെ പുതിയ അംഗങ്ങളാകുന്നു എന്നടക്കമുള്ള വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 89 അംഗ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. സംസ്ഥാന സമ്മേളനം പുതുമുഖങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. 17 പുതുമുഖങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് S. ജയമോഹൻ അടക്കം ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു എന്ന വിവരമാണ് വരുന്നത്. M. പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന്, VK സനോജ്, V. വസീഫ്, K. ശാന്തകുമാരി, R. ബിന്ദു, M. അനിൽകുമാർ, K. പ്രസാദ്, PR രഘുനാഥ്, S. ജയമോഹൻ, DK മുരളി. തിരുവനന്തപുരത്ത് പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് DK മുരളിയാണ്. വാമനപുരം MLA ആണ് DK മുരളി. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കൊല്ലത്ത് നിന്ന് S. ജയമോഹൻ പുതുമുഖമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു. ആലപ്പുഴയിൽ നിന്ന് K. പ്രസാദാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുതായി എത്തുന്നത്. PR രഘുനാഥ് കോട്ടയത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു. R. ബിന്ദു തൃശ്ശൂരിൽ നിന്ന് മന്ത്രി കൂടിയായ R. ബിന്ദു CPM സംസ്ഥാന കമ്മിറ്റി അംഗമാവുകയാണ്. ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിൽ M. അനിൽകുമാർ എറണാകുളത്ത് നിന്ന് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നു. K. ശാന്തകുമാരി പാലക്കാട് നിന്നുള്ള MLA ആണ് K. ശാന്തകുമാരി കോങ്ങാട് MLA K. ശാന്തകുമാരി പാലക്കാട് നിന്ന് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. DYFIക്കും പരിഗണന നൽകിയിരിക്കുന്നു. V. വസീഫ് കോഴിക്കോട് എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. VK സനോജ് കണ്ണൂരിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. മുതിർന്ന നേതാവ് M. പ്രകാശൻ മാസ്റ്റർ ഉൾപ്പെടെയാണ് ഈ സംസ്ഥാന കമ്മിറ്റി. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി AK സ്റ്റെഫിനാണ് ചേരുന്നത്. സ്റ്റെഫിൻ, പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഒരു കമ്മിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നേതൃത്വം. ഈ കമ്മിറ്റിയുടെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഏത് തരത്തിലുള്ള പരിഗണനയാണ് ഉണ്ടാകുന്നത്? രതീഷ്, തീർച്ചയായും ഒരു പുതുമുഖങ്ങളുടെ കമ്മിറ്റി, പ്രത്യേകിച്ചും 17 പേർ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 15-നും 20-നും ഇടയിലുള്ള പുതുമുഖങ്ങൾ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടും എന്നുള്ളതായിരുന്നു. അതിന് സമാനമായ രീതിയിൽ 17 പേരാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ VK സനോജ്, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള V. വസീഫ്, മുതിർന്ന നേതാവായിട്ടുള്ള കണ്ണൂരിൽ നിന്നുള്ള പ്രകാശൻ മാസ്റ്റർ. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുമൊക്കെ പ്രായത്തിന്റെ ഒരു പരിഗണന മാനദണ്ഡം പാലിച്ചുകൊണ്ട് PK ശ്രീമതി ഒഴിയുന്ന സന്ദർഭത്തിൽ N. സുകന്യ വരും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ M. പ്രകാശൻ മാസ്റ്റർ കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കണ്ണൂരിൽ നിന്നും M. പ്രകാശൻ മാസ്റ്റർ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള VK സനോജ്, കോഴിക്കോട് നിന്ന് V. വസീഫ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതോടൊപ്പം കോങ്ങാട് MLA, പാലക്കാട് നിന്ന് K. ശാന്തകുമാരി, മന്ത്രി R. ബിന്ദു, M. അനിൽകുമാർ എറണാകുളം, K. പ്രസാദ് ആലപ്പുഴ, PR രഘുനാഥ് കോട്ടയം, S. ജയമോഹൻ കൊല്ലത്ത് നിന്ന് നമ്മൾ മറ്റ് പല പേരുകളും പ്രതീക്ഷിച്ചിരുന്നു. നൌഷാദ് MLA നൌഷാദിന്റെ അടക്കം പേരുകൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് S. ജയമോഹൻ കൊല്ലത്ത് നിന്ന് ഉൾപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം DK മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക്. ഇപ്പോൾ മാർഷൽ V. സുഭാഷിന് ആ കമ്മിറ്റിയുടെ പരിപൂർണ്ണ രൂപം പങ്കുവയ്ക്കുന്നുണ്ട്. സ്റ്റെഫിൻ നൽകിയത് പുതുതായി ആരൊക്കെ ഈ കമ്മിറ്റിയുടെ ഭാഗമായി എന്നതാണ്. 17 പേർ കമ്മിറ്റിയുടെ ഭാഗമായി പുതുതായി വന്നു. പുതുമുഖങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ പട്ടിക ഇപ്രകാരം കൊല്ലം സമ്മേളനം നിശ്ചയിക്കുന്നു. ഒന്നാമതായി പിണറായി വിജയൻ, രണ്ടാമതായി MV ഗോവിന്ദൻ, EP ജയരാജൻ, TM തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, TP രാമകൃഷ്ണൻ, KN ബാലഗോപാൽ, P രാജീവ്, K രാധാകൃഷ്ണൻ, CS സുജാത, P സതീദേവി, PK ബിജു, M സ്വരാജ്, PA മുഹമ്മദ് റിയാസ്, KK ജയചന്ദ്രൻ, BN വാസവൻ, സജി ചെറിയാൻ, പുത്രത്ത് ദിനേശൻ, KP സതീഷ് ചന്ദ്രൻ, CS കുഞ്ഞമ്പു, MV ജയരാജൻ, P ജയരാജൻ, KK രാകേഷ്, M. പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V. വസീഫ്, K. ശാന്തകുമാരി, R. ബിന്ദു, M. അനിൽകുമാർ, K. പ്രസാദ്, PR രഘുനാഥ്, S. ജയമോഹൻ, DK മുരളി, KK ലതിക, K. സലീഖ, P. ശശി, K. അനിൽകുമാർ, V. ജോയ്, OR കേളു, ഡോക്ടർ ചിന്ത ജെറോം, S. സതീഷ്, N. ചന്ദ്രൻ, ബിജു കണ്ടക്കൈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്നു. നേരത്തെ സംസ്ഥാന സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കായിരുന്നു ബിജു കണ്ടക്കൈ. കണ്ണൂരിലുള്ള DYFI നേതാവാണ് ബിജു കണ്ടക്കൈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. ജോൺ ബ്രിട്ടാസ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാവുകയാണ്. ജോൺ ബ്രിട്ടാസ് CPM സംസ്ഥാന സമിതിയിൽ. M. രാജഗോപാൽ കാസർഗോഡ്, തൃക്കരിപ്പൂർ MLA, K. റഫീഖ് വയനാട്ടിലെ പുതിയ ജില്ലാ സെക്രട്ടറി, യുവമുഖം, M. മെഹബൂബ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകുന്നു. VP അനിൽ മലപ്പുറത്ത് നിന്ന് CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നു. KV അബ്ദുൽ ഖാദർ തൃശ്ശൂരിൽ നിന്ന് അവിടുത്തെ മുതിർന്ന നേതാവ് KV അബ്ദുൽ ഖാദറും, മുൻ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദറും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാവുകയാണ്. ഇതാണ് കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘടന തീരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പരിപൂർണമായി മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.